കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് ആവേശം കൊടുമ്പിരി കൊള്ളുന്നതിനിടെയാണ് പയ്യന്നൂരിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിനെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടി ഓഫീസിനുള്ളിൽ വെച്ച് വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ നിർമ്മിക്കുന്നുവെന്ന കോൺഗ്രസ് വക്താക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രതികരിച്ചത്. ഈ വിവാദം വെറും ഒരു ആരോപണ പ്രത്യാരോപണത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ സൂചന കൂടിയാണ്. പയ്യന്നൂരിലെ CPM ഓഫീസിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യാജ വോട്ടർ ID കാർഡുകളും മറ്റ് തിരിച്ചറിയൽ രേഖകളും നിർമ്മിക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന പരാതി. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതിനായി CPM മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നും ഇതിന് പാർട്ടി മെഷീനറിയെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അവർ ആരോപിക്കുന്നു. പയ്യന്നൂരിലെ പാർട്ടിക്കുള്ളിലെ ചില ഭിന്നതകളെ മുൻനിർത്തിയാണ് കോൺഗ്രസ് ഈ ആരോപണത്തിന് മൂർച്ച കൂട്ടുന്നത്. കോൺഗ്രസ് ആരോപണങ്ങളെ തരുമ്പും ഗൗനിക്കാതെ അതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് KK രാഗേഷ് പ്രഖ്യാപിച്ചത്. പയ്യന്നൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം ഉന്നയിച്ച പ്രധാന പോയിന്റുകൾ ഇവയാണ്. പാർട്ടിയും പാർട്ടി ഓഫീസിനെയും ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നത് വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഇതിനോടകം തന്നെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. കോടതി മുഖാന്തരം ഇതിന് മറുപടി നൽകും. വ്യാജ ID കാർഡുകൾ നിർമ്മിച്ച് പരിചയമുള്ളത് കോൺഗ്രസുകാർക്കാണെന്നും രാഗേഷ് പരിഹസിച്ചു. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചുവെന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആക്രമണം. സ്വന്തം സംഘടനയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വ്യാജരേഖ ചമച്ചവർ CPM-നെ പഠിപ്പിക്കാൻ വരേണ്ടതില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു.